ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന താല്പര്യം, അദ്ദേഹം വിധേയപ്പെട്ട് നിൽക്കുന്നു കേന്ദ്രത്തിനോട് എന്നത് തെളിയിക്കേണ്ടതാണ്. ആർലേക്കർക്ക് അങ്ങനെ തെളിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ആർലേക്കർ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ RSSകാരനാണ്. തെളിയിക്കേണ്ട ഒരു പ്രതിബദ്ധതയുടെ പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ സംശയം നേടില്ലാവുന്നൊരു പ്രശ്നവും വരുന്നില്ല. അദ്ദേഹം വരുന്ന സമുദായം ഉൾപ്പെടെയുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏത് സമുദായത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു വേണമെങ്കിൽ സംശയമില്ല, അക്കോടവർക്കൊക്കെ കാണാൻ വളരെ വേഗത്തിൽ കഴിയുന്ന ഒന്നാണല്ലോ. പിന്നെ കൂടാതെ ഈ പറയുന്ന കേന്ദ്രവുമായി അവരുടെ പ്രീതി പോകാതെ നോക്കേണ്ട ഒരു ബാധ്യതയും ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നു. അത് അദ്ദേഹം നന്നായി നിറവേറ്റിയതുകൊണ്ടാണ് അദ്ദേഹം ഈ ബീഹാറിലേക്ക് ഇപ്പോൾ വീണ്ടും പോയിരിക്കുന്നത് ഗവർണറായി. അപ്പോൾ അതും ഒരു കാതലായ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിന് വേണ്ടി ഒരു ഏജൻറ്റിനെ പോലെ കൃത്യമായി സംഘടനത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നപ്പോൾ ഗവർണറെ കൊണ്ട് അങ്ങനെ പ്രവർത്തിപ്പിക്കുകയുണ്ടായി. ഗവർണർ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിധേയത്വം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ആർലേക്കർ വരുമ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വിഷയം. ആർലേക്കർക്ക് ഇത് തെളിയിക്കേണ്ടതില്ല. ഇനി മറ്റൊരു കാതലായ വ്യത്യാസം വരുന്നു. അത് ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന ചാൻസലർ നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പദവി പോലും നിയമസഭ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി കിട്ടുന്ന അധികാരമാണ്, അല്ലാതെ ഗവർണർക്ക് കിട്ടുന്ന അധികാരമല്ല. ഗവർണറെ ചാൻസലറാക്കുകയാണ് നിയമസഭയിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ. അത് നമുക്ക് മാറ്റാൻ കഴിയും. നമ്മളങ്ങനെ മാറ്റിയപ്പോഴാണ് ഈ പറയുന്ന ബംഗാളിലായാലും ഇവിടെയൊക്കെ ആയാലും ഉള്ള പ്രശ്നങ്ങൾ വരുന്നത്. തമിഴ്നാട്ടിലായാലും ഒക്കെ ഇതേ വിഷയങ്ങൾ വരുന്നത്. ഇവർ ചാൻസലർ പദവി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അതെടുത്ത് പ്രസിഡന്റിന് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ രവിയുമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ബംഗാളിലുമൊക്കെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ധൻകർ ആയാലും ഇപ്പോൾ ഉള്ള ആനന്ദ ബോസ് ആയാലും ഒക്കെ അതേ നിലപാട് തന്നെ തുടരുന്നവരാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാതലായ വ്യത്യാസം UGCയുടെ ഒരു ഭേദഗതി വന്നിരിക്കുന്നു എന്നാണ്, ഒരു കരട് നിർദ്ദേശം വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് രാജ്യത്ത് മുഴുവൻ ബാധകമാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഒന്നാണ്. അപ്പോൾ അതിൽ BJPയും BJP ഇതരവും ഇനിയിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഇതരവും ഒക്കെ ആയിട്ടുള്ള സർക്കാരുകൾ, ഏതൊക്കെയാണ് നമ്മുടെ ഫെഡറൽ സ്റ്റേറ്റുകളിൽ ഭരിക്കുന്ന പാർട്ടികൾ, അവർക്കൊക്കെ ബാധകമാകുന്ന ഒന്നാണിത്. അതിനൊരു ഏക സ്വഭാവമുണ്ട്, സെലക്റ്റീവ് അല്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ആർലേക്കറുമായി യുദ്ധം പ്രഖ്യാപിക്കുകയാണോ വേണ്ടത് എന്നീ സർക്കാർ ആലോചിക്കുന്നത് ഏറ്റവും ശരിയായ കാര്യമാണ്. കാരണം ആർലേക്കർ അല്ല ഇതിൻ്റെ കാരണക്കാരൻ. ഒരു കരട് നിർദ്ദേശം വരികയാണ്, അതിന് കൃത്യമായ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിൽ ഒന്നാമത്തെയും അവസാനത്തെയും പ്രതി. അപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടുക എന്നതാണ്, ആർലേക്കറുമായി ഏറ്റുമുട്ടുക എന്നതല്ല. അതുകൊണ്ടാണ് വിവിധ BJP ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൺവെൻഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്നവിടെ നടക്കുകയും ചെയ്തു. ഒരു സംയുക്ത പ്രമേയമൊക്കെ വരികയുണ്ടായി. അതിൻ്റെ തുടർ നടപടികളും ഉണ്ടാകും. അപ്പോൾ ഇതൊരു ഫെഡറൽ ഇഷ്യൂ ആയിട്ട് വരികയാണ്. ഇനിയിപ്പോൾ അത് നേരെ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ്. അപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കുമാണ് അതിന് പോകേണ്ടത്. നമുക്കറിയുന്ന പോലെ പല ഘട്ടങ്ങളിലും UGCയിലൂടെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിന് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു മാനദണ്ഡമാണ്. നോം വരുമ്പോൾ അതിന് ഒരുതരം പാർഷ്യാലിറ്റിയും ഇല്ല എന്നുകൂടെ വരികയാണ് എങ്കിൽ ഭരണഘടനാ കോടതികൾ അതിനെ കാണുക വേറൊരു രൂപത്തിലായിരിക്കും. ഏതെങ്കിലും സംസ്ഥാനങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്നതല്ല, പൊതുവായൊരു മാനദണ്ഡമുണ്ട് അതിന്. അപ്പോൾ അത് ഈ പറയുന്ന UGC പോലുള്ള അംഗീകൃത സംവിധാനം ഒരു മാനദണ്ഡം രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വിഷയത്തെ രാഷ്ട്രീയമായ പോരാട്ടത്തിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്നില്ല. നിയമ പോരാട്ടത്തിലും അതിന് എത്രമാത്രം വിജയസാധ്യതയുണ്ട് എന്നത് പ്രശ്നമാണ്. എന്തായാലും വലിയ രാഷ്ട്രീയവും നിയമപരമായ തർക്കങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അതിൻ്റെ സ്വഭാവം ഫെഡറൽ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒന്നായിരിക്കും. അതല്ലാതെ പിണറായിയും ആർലേക്കറും കൂടെയുള്ള ഗുസ്തി, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായിയുമെ ഏറ്റുമുട്ടിയതുപോലത്തെ ഒരു ഗുസ്തിയുടെ ഗോതയാണ് നാം കാണുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് നല്ല ഭംഗിയായി ഇന്നിപ്പോൾ ഈ സർക്കാർ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.